കാലാവസ്ഥയാണ് പ്രധാന വിഷയമെന്ന് എനിക്കിപ്പം ബേസിക്കലി നോക്കിയിട്ട് മനസ്സിലാവുന്നത്. ഈ കാലാവസ്ഥയിൽ കാണാനുള്ള വിഷ്വൽ ഇൻട്രൻസുകൾ വളരെ കൂടുതലായിരിക്കുമല്ലോ. അതായിരിക്കും ബേസിക് ആയിട്ടുള്ള റീസൺ എന്ന് മനസ്സിലാക്കുന്നു. ഓവർ സ്പീഡിനുള്ള സാധ്യതയുള്ള സ്ഥലമല്ല ഇത്, അതിനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ സമയവുമല്ലല്ലോ. അതിനൊരു സ്കോപ്പുണ്ട്, അതിനൊരു സാധ്യതയുണ്ട്. ഇത് അവിടുന്ന് തെക്കോട്ട്, അതായത് കൊല്ലം ഭാഗത്തേക്ക് പോകുന്നൊരു വണ്ടിയാണ്. വണ്ടിയുടെ കിടപ്പ് കണ്ടിട്ട് അതിനൊരു സാധ്യതയുണ്ട്. അദ്ദേഹം പറയുന്നതും മുതലേക്ക് എടുക്കേണ്ടതുണ്ട്. നിങ്ങൾ മെഡിക്കൽ കോളേജിലോട്ട് പോയിട്ട് വിശദമായ വിവരങ്ങൾ പറയാം. മഴയുള്ള സമയത്ത് അല്ലല്ല, അത്തരം വിവരങ്ങൾ അറിയത്തില്ല. കൃത്യമായി അറിയാതെ നമ്മൾ പറയാനും പാടില്ല. നോക്കട്ടെ, അല്പത്തിനോടത്ത് വെതറാണ് ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ. എനിക്ക് തോന്നുന്നത് വെതറാണ്. ഈ ഒരു വെതറിൽ കാണാനുള്ള ഒരു ബുദ്ധിമുട്ടും പിന്നെ ഒരു പക്ഷേ ബ്രേക്ക് ചവിട്ടിയ സമയത്ത് സ്കിഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് വരുന്നു, നോക്കിക്കോളൂ. അതല്ല വേറെ പ്രശ്നമില്ല. മോഡൽ അത് ചെയ്യാം. പോലീസ് അതെ അല്ല അവർക്ക് നിസാര പരിക്കുകളെ ഉള്ളതെന്ന് അറിയുന്നത്. കാറിലാണ് മേജർ ഇഞ്ചറി വന്നിരിക്കുന്ന കാറിലുള്ള ആൾക്കാർക്കാണ്. അത് 3 5 പറയുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ പോയിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് വിവരം പറയാൻ കഴിയും. ഇപ്പോൾ പ്രധാന കാരണം ഈ കാലാവസ്ഥയാണ്. ഈ കാലാവസ്ഥയിലുള്ള കാണാനുള്ള തടസ്സവും പിന്നെ വാഹനത്തിന്റെ കൺട്രോൾ പോയതായിട്ടാണ് തോന്നുന്നത്. അതിന്റെ മോഡൽ നോക്കിയോ, 14 വർഷം പഴക്കമുള്ള ഒരു വാഹനമാണല്ലോ ആ കിടക്കുന്ന വാഹനം. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് അതിനുണ്ടായേക്കും. നോക്കട്ടെ, വിശദമായ ഒരു പരിശോധന ആവശ്യമാണ്. ഏതാണ്ട് ടോട്ടൽ ലോസ് ആയിരിക്കുന്നു, വണ്ടി ടോട്ടൽ ലോസ് ആയിരിക്കുന്നു. ഓവർ സ്പീഡിന് സ്കോപ്പുള്ള ഒരു സ്ഥലമല്ല ഇത്. അല്ല, കാലാവസ്ഥ ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ കൺട്രോൾ പോകാനുള്ള സാധ്യതയുണ്ട്. നോക്കട്ടെ, അതിന്റെ വിവരങ്ങൾ ആരായി ഞാൻ അവിടെ ചെന്നിട്ട് ബൂൺ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കണം. എന്നിട്ട് അതിന് വിശദമായ വിവരങ്ങൾ പറയാൻ കഴിയും. ഇല്ല, അവർ ഈ സ്റ്റുഡൻസ് ആണെന്ന് അറിയുന്നത്, മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ ആണെന്നാണ് പ്രാഥമികമായിട്ട് അറിയുന്നത്. നോക്കട്ടെ, ഞാൻ അങ്ങോട്ട് ചെന്നോട്ടെ. വണ്ടി മാറ്റാനുള്ള ഏർപ്പാട് ചെയ്യാം. മനുഷ്യൊരു പ്രാഥമിക എൻക്വയറി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നു. അതിൽ നിന്ന് പ്രതികരണത്തിൽ മനസ്സിലാക്കുന്നത് ഒരു ഈ കാലാവസ്ഥയിലുണ്ടായ പ്രശ്നം, അതായത് മഴ പെയ്തു, അതിനെ തുടർന്നുണ്ടായ ഒരു അപകടം, വിസിബിലിറ്റി കുറവായിരുന്നു. ഇത്തരത്തിൽ കാലാവസ്ഥയാണ് ഈ അപകടത്തിന് കാരണമായെന്നൊരു പ്രാഥമിക നിഗമനമാണോ മോട്ടോർ വാഹന വകുപ്പിന് ഈ ഘട്ടത്തിലുള്ളത്? സുഹേൽ, ഇത് സംബന്ധിച്ച് നമ്മളോട് വിശദീകരിച്ചത് ആലപ്പുഴ RTO ദിലു ആണ്. അദ്ദേഹം പറയുന്നത് 2 വാഹനങ്ങൾക്കും അമിത വേഗത ഇല്ലായിരുന്നു എന്നാണ്. കാരണം ഇവിടെയുള്ള ആളുകൾ കണ്ടതനുസരിച്ചും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ മറ്റാളുകളൊക്കെ വിവരം തേടിയതനുസരിച്ച് 2 വാഹനങ്ങൾക്കും അമിത വേഗത ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ വെതർ പെട്ടെന്നുണ്ടായ മഴയാണ്. അങ്ങനെ പെട്ടെന്നുണ്ടായ മഴയിൽ അങ്ങനെ വാഹനം ഒരു ദിശയിലേക്ക് വരുന്ന സമയത്താണ് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുകയും പെട്ടെന്ന് ഈ വാഹനം സ്കിഡ്, അതായത് തെന്നി ഇടിക്കുകയായിരുന്നു എന്നാണ് മറ്റൊരു വാഹനത്തെ കാണാൻ സാധിച്ചത്. അതായത് KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് വരികയാണെന്ന് ഉള്ളൊരു അറിവ് ഈ കാർ ഓടിക്കുന്ന ആൾക്ക് ലഭിച്ചിരുന്നില്ല. അങ്ങനെ ലഭിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാൾ ആ ബ്രേക്ക് ഇടുമ്പോൾ കുറച്ചുകൂടി സാവധാനത്തിൽ ഇട്ടിരുന്നുണ്ട്. കാരണം അങ്ങനെയുള്ളൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടിയാണ് ഇവിടെ കാണുന്നത്. KSRTC ബസ്സിന് വലിയ കാലപ്പഴക്കമുള്ള ബസ് തന്നെയാണ്. പക്ഷേ KSRTC ബസ് ഒരു കാരണവശാലും അങ്ങനെ തരത്തിലുള്ള അമിത വേഗതയോ അല്ലെങ്കിൽ ആ KSRTC ബസ്സിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രശ്നമുള്ള അതായത് ഇപ്പോൾ പ്രാഥമികമായി മോട്ടോർ വാഹന വകുപ്പ് മനസ്സിലാക്കുന്നില്ല. റോഡിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു മഴ, ആ മഴയിൽ ഉണ്ടായിട്ടുള്ള കാഴ്ചയിലെ പ്രശ്നങ്ങൾ, പെട്ടെന്ന് 7 യുവാക്കൾ കാറിൽ യാത്ര ചെയ്ത് ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നു. ആ സമയത്ത് ഈ മഴയുണ്ടാകുന്നു, പെട്ടെന്നൊരു അപകടം ഉണ്ടാകുന്നു. പിന്നീട് ഈ വാഹനത്തിലുണ്ടായിരുന്ന ആളുകളെ വെട്ടിപ്പൊളിച്ച് പുറത്തേക്ക് എത്തിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള കാലതാമസം വലിയ രീതിയിലുണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴയിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന മേഖല അല്ലിത്. കാരണം 2 വരി പാത നിർമ്മാണം നടക്കുന്നത് ബൈപ്പാസിന്റെ തെക്കും വടക്കും ഭാഗങ്ങളിലാണ്. അതില്ലാത്ത നഗരമേഖലയാണിത്. ഇവിടെ 1 വരി പാത മാത്രമാണുള്ളത്. ഒരു ചെറിയ അപകടം ഉണ്ടായാൽ പോലും ഈ വാഹനങ്ങളെല്ലാം ഗതാഗത കുരുക്കിൽപ്പെടും. പെട്ടെന്നൊരാളെ ഇവിടെ നിന്ന് ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കാനടക്കം വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് അഴിക്കേണ്ട സംവിധാനം കൂടിയുണ്ട്. അതായത് ഈ ആളുകളെ ഇവിടെ ഈ രക്ഷാപ്രവർത്തനം നടത്തി വാഹനത്തിനുള്ളിലുള്ള ആളുകളെ പുറത്തേക്ക് എത്തിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അവർക്ക് ഗതാഗത യോഗ്യം കൂടി ആക്കേണ്ട സംവിധാനം കൂടിയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകും ഇപ്പോഴും ഇവിടെ ഗതാഗത കുരുക്ക് കഴിഞ്ഞിട്ടില്ല. നേരത്തെ 1 മണിക്കൂർ ഉണ്ടായ ഒരു വാഹനത്തിന്റെ തടസ്സം അതിപ്പോഴും ഈ വാഹനങ്ങൾ ഈ രീതിയിൽ ഇഴഞ്ഞു നീങ്ങുകയാണ്. അങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തി വാഹനത്തിനുള്ളിൽ നിന്നും ആളുകളെ പുറത്തേക്ക് എത്തിച്ചാൽ കൂടി
ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ഇവിടുന്ന് 7 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. അവിടേക്ക് എത്തിക്കാൻ കൂടി ഇത്രയധികം സമയമെടുക്കും. എന്താണെങ്കിലും കാറിലുണ്ടായിരുന്ന 7 പേരിൽ 5 പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ്, കൺഫർമേഷനാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ വാഹനത്തിലുണ്ടായിരുന്ന 7 പേരിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ, ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾ ഈ വാഹനത്തിലുണ്ടായിരുന്നു. പക്ഷേ മരിച്ചവരെ സംബന്ധിച്ചുള്ള പേരോ വിവരങ്ങളോ അഡ്രസ്സോ അടക്കമുള്ള കാര്യങ്ങൾ, ഇവരെങ്ങോട്ടേക്ക് യാത്ര ചെയ്തു അടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ ഈ പ്രാഥമിക നമുക്ക് ലഭ്യമായിട്ടില്ല. സുഹേൽ.